പാട്ട് കാണുന്നതിന് മുമ്പ് വരാൻ പോകുന്ന ബ്രേക്ക് ആണ്. അതാണ് ഇങ്ങനെ വളച്ച ചുറ്റിയൊക്കെ പറഞ്ഞത്. അപ്പൊ നമുക്ക് ബ്രേക്കിലേക്ക് പോവാം. ഹാവ് എ ബ്രേക്ക്. ഹലോ, തമിഴ് ഹിറ്റ്സ് ആണ്. ആരാണ്? ഷാസിയ. ഷാഫിയ. എവിടുന്നാണ്? കാസർഗോഡ്. ആഹാ, എന്താ കണ്ടോണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്, വിളിച്ചിട്ട് കിട്ടാത്ത എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബൈ. അതൊരു CID ആകാനാണോ ഇഷ്ടം? ശിക്കാരി ശംഭുവിനെ പോലെയാ? 8ാം ക്ലാസ്സിലല്ലേ? 8ാം ക്ലാസ്സിലല്ലേ? കൊച്ചിലെന്തായിരുന്നു ആഗ്രഹം? അപ്പൊ നിങ്ങൾ എല്ലാവരും SMS ചെയ്തോണ്ടിരിക്കുക അടുത്ത പ്രോഗ്രാമിലേക്കും. പിന്നെ ഇനി എന്താ പറയാനുള്ളത്? അടുത്ത പ്രാവശ്യം, അടുത്ത ഞായറാഴ്ച ഒരു പ്രത്യേക ഒരു നല്ല മാറ്റമൊക്കെ പുതിയ കുറെ ചിത്രങ്ങളിലെ ഗാനമൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇറങ്ങി പോകാൻ പറയണമെന്നുകൊണ്ടാണ്. അപ്പൊ പാട്ടുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. നാളെ ഞാൻ വീണ്ടും തമിഴ് ഹിറ്റ്സ് ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ പാട്ടുകൾ സെലക്ട് ചെയ്തുകൊണ്ട് വരുന്നതായിരിക്കും. അപ്പൊ ഏതായാലും ഫസ്റ്റ് ഉള്ള സോങ് ഏതാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പൊ ഏതായാലും ഞാൻ പോവുകയാണ്. നാളെ വീണ്ടും കാണാം. ദ സോങ് ഇൻ ദ ഫസ്റ്റ് പൊസിഷൻ ഈസ് പോക്കിരി ആൻഡ് സാൻഡ്ര സൈനിങ്. ബൈ. അഭിനയിച്ചിരിക്കുന്നത് ഭാരത് ഗോപിക എന്നിവർ ചേർന്നിട്ടാണ്. ഭാരത് ഗോപിക ടീമിന്റെ സെക്കൻഡ് ഫിലിമാണ്. ഫസ്റ്റ് ഫിലിം അല്ല, സെക്കൻഡ് ഫിലിം എന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ ഫോർ ദ പീപ്പിളിന്റെ തമിഴും തെലുങ്കും ഒക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അവര് അതേ പേഴ്സ് ആയിട്ട് തന്നെ. അപ്പൊ ഏതായാലും ഈ ചിത്രത്തിൽ ഇവരെ കൂടാതെ ശരണ്യ അഭിനയിച്ചിട്ടുണ്ട്. നാസർ, വടിവേൽ എന്നിവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. ദ സോങ് ഇൻ ദ ഫിഫ്ത്ത് പൊസിഷൻ ഈസ് എം മകൻ. വിചാരിക്കുന്നു ഹാരിസ് ജയരാജ് ഈണം പകർന്ന നല്ലൊരു പാട്ടായിരുന്നു. ഞാൻ ചോദിച്ച ക്വസ്റ്റിന് ഉത്തരം ആദ്യം അയച്ചത് കാർത്തി ചെന്നൈയാണ്. പിന്നെ ഈണം പകർന്ന ഗാനങ്ങളായിരുന്നു. സോ അപ്പൊ ഏതായാലും ടോപ്പ് 10 തമിഴ് സൂപ്പർ ഹിറ്റ്സിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് പാട്ടുകളൊക്കെ നല്ല പാട്ടുകളായിരുന്നു.